ഹലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഗ്രീൻ ചില്ലി അൽഫാമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ എടുത്ത ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് സുൽത്താൻ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് പോട്ടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പ്ലേറ്റ് വന്നു കേട്ടോ. പ്ലേറ്റ് വന്നപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ച സാധനം ദാണ്ട ഇപ്പം വരുമെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം വന്നില്ല. കുറേ നേരം പ്ലേറ്റും കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോഴത്തേനും സോസ് കണ്ടു. സോസ് എടുത്ത് ഞങ്ങൾ സ്മൈലിയൊക്കെ വരച്ച് അവിടെ ഇത് കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. മക്കൾ ഭയങ്കര വെയിറ്റിംഗാണ് കേട്ടോ. മക്കൾക്കാണെങ്കിൽ പുറത്ത് പോകുന്നത് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മെനു കാർഡിന് വേണ്ടിയൊക്കെ കുറച്ച് നേരം അടികൂടി. അങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ ഫുഡിനൊക്കെ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഫോട്ടോസ് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അത് നോക്കിയപ്പോൾ ഓരോ വർഷത്തെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ആനിവേഴ്സറിക്ക് ഒരു ഫാമിലി വരുമ്പോൾ എടുക്കുന്നതായിരിക്കാം. അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്തു ഞങ്ങളെയും കൂടെ എടുത്തായിരുന്നേ കൊള്ളാമായിരുന്നു, ഇവർ ആനിവേഴ്സറിയുടെ ഡേറ്റിൽ വരാമെന്ന്. അങ്ങനെ അതൊക്കെ ഞാൻ സൂക്ഷ്മമായി ഏത് വർഷത്തെയാണെന്നൊക്കെ നിരീക്ഷിക്കുകയാണ് കേട്ടോ ഇരുന്ന്. അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഫുഡ് വന്നിട്ട് കണ്ടപ്പോഴേ ഒരു പന്തികേടുണ്ട്. കാര്യം ഗ്രീൻ ചില്ലി അല്ലേ, എരിവായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവരവരത് എടുത്ത് പ്ലേറ്റിൽ വെച്ച് മയോണൈസും എടുത്തു. മയോണൈസ് ഇല്ലാതൊരു കളിയില്ലല്ലോ. എനിക്ക് മയോണൈസ് മെയിനാണ് കേട്ടോ. ഞാൻ ഡയറ്റിലും കൂടാണ്. ഡയറ്റീഷ്യൻ കാണണ്ട, പിന്നെ തീർന്ന്. അങ്ങനെ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ മക്കൾക്കൊരു ഷവർമയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. അതങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കും. എരിഞ്ഞ് ഒരു പരുവായി കേട്ടോ. ചുണ്ടും നാക്കും കവിളും എല്ലാം എരിഞ്ഞ് പോയി കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം. പിന്നെ ഞങ്ങൾ വന്ന സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം ആയത്തിലുള്ള ഗ്രിൽ ഹൗസിലാണ് കേട്ടോ വന്നത്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പറ്റില്ല എന്നേ ഉള്ളൂ. ഗ്രീൻ ചില്ലി ആയോടെ എനിക്കും അനിയത്തിക്കും മാത്രമേ ഉള്ളായിരുന്നു എരിവ് പറ്റാത്ത. ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. സംഭവം സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനം. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു സൈനപ്പും കൂടെ മേടിച്ചായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൈനപ്പ് മേടിക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവസാനം നേരെ വീട്ടിലേക്ക് തന്നെ എടുത്തത്, അല്ലാതെ വേറെന്താ. അങ്ങനെ പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നേരെ പോയി ചെന്ന് കിടന്ന ഉറക്കം, അത് തന്നെ ഇനി ബാക്കിയുള്ളത്. സുൽത്താനാണെങ്കിൽ കള്ളത്തരം കാണിക്കുകയാണ് കേട്ടോ. ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് ചുമ്മാ ഒരു വിരലുകൊണ്ട് അനിയനാണ് കേട്ടോ ഗേറ്റ് അടയ്ക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.